എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഗസയെ കേന്ദ്രീകരിച്ച് ഹമാസും ഇസ്രായേലും തമ്മിലാണ് യുദ്ധമെങ്കിലും അത് അമേരിക്കൻ ഇസ്രായേൽ പക്ഷ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതമാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗസയിൽ 2 വർഷമായി കൂട്ടക്കുരുതി നടത്തുന്ന ഇസ്രായേലിനെ ആയുധവും പണവും കൊടുത്ത് സഹായിച്ചുകൊണ്ടിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലെ സർക്കാരിനും ജൂതർക്കുമെതിരെ ജനങ്ങൾ തെരുവുകളിൽ പ്രതിഷേധവുമായി ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഇനിയും ഇസ്രായേലിനെ പിന്തുണച്ചാൽ താഴെ വീഴുമെന്ന് മനസ്സിലാക്കിയ സർക്കാരുകൾ പെട്ടെന്ന് മലക്കം മറിഞ്ഞുകൊണ്ട് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുകയും ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കയറ്റി അയക്കുന്നത് നിർത്തുകയും ചില രാജ്യങ്ങൾ ഒരു പടി കൂടി കടന്നുകൊണ്ട് ഇസ്രായേലിനെതിരായി താൽക്കാലികമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ വരെ തയ്യാറായിട്ടുള്ളത്. ഈ പ്രതിഷേധങ്ങളിൽ ഇപ്പോൾ ഏറ്റവും അധികം കുടുങ്ങിയിരിക്കുന്നത് ഇറ്റലിയിലെ ജോർജിയ മെലോണിയയുടെ സർക്കാരാണ്. കാലങ്ങളായി ഇസ്രായേലിലെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയാണ് ഇറ്റലി. ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ അയച്ചു കൊടുത്ത് ഗസയിൽ കൂട്ടക്കുരുതിക്ക് സഹായിക്കുന്ന ശക്തികളിൽപ്പെട്ട ഒരു രാജ്യം. അതുകൊണ്ട് തന്നെ ഇറ്റലിയെയും ജോർജിയ മെലോണിയയുടെ ഈ സർക്കാരിനെയുമൊക്കെ ഇസ്രായേലിന്റെ യൂറോപ്പിലെ ഏറ്റവും ശക്തമായ സഖ്യകക്ഷികളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ആകെ മാറിമറിഞ്ഞിരിക്കുകയാണ്. അതേ മെലോണിയ ഗാസയിലെ ആക്രമണം നിർത്തിയില്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തും എന്ന് ഭീഷണിപ്പെടുത്തുന്നത് ഇറ്റാലിയൻ രാഷ്ട്രീയത്തിലെ വലിയ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല, ഇസ്രായേലിൽ നിർമ്മിച്ചിട്ടുള്ള റോക്കറ്റ് ലോഞ്ചറുകൾക്കായുള്ള ഒരു പ്രധാന പ്രതിരോധ കരാർ ഇറ്റലി റദ്ദാക്കുന്ന തരത്തിൽ ഇവർ തമ്മിലുള്ള ബന്ധം ഇപ്പം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഒരു യുദ്ധത്തിലും യുദ്ധദുരിതത്തെ കൂടുതൽ സങ്കീർണമാക്കുന്ന തരത്തിൽ സാധാരണ ജനങ്ങൾക്കുള്ള ഭക്ഷണം തടഞ്ഞു വെച്ചുകൊണ്ട് അവരെ പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിക്കുന്ന ക്രൂരത ഇന്നേ വരെ ആരും ചെയ്തിട്ടില്ല എന്നോർക്കണം. എന്നാൽ നെതന്യാഹു എന്ന ഭീകരൻ ഇപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗസയിലെ ജനങ്ങളെ മുഴുവൻ പട്ടിണിക്കിട്ടുകൊണ്ട് അവരെ തോൽപ്പിക്കാമെന്നാണ് ഇയാൾ വെറുതെ കരുതുന്നത്. എന്നാൽ ഇയാളുടെ ഈ ശ്രമം ഇന്നേ വരെ വിജയിച്ചിട്ടില്ല എന്നും നമ്മൾ മനസ്സിലാക്കണം. പട്ടിണിയായിട്ട് പോലും അവർ അതിശക്തമായ രീതിയിൽ ഈ ജൂത ഭീകരന്മാരോട് പോരാടിയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ഗസയിൽ ഏകപക്ഷീയമായി ജൂത ഭീകര സൈന്യം നടത്തുന്ന ആക്രമണം മൂലമുള്ള മരണം മാത്രമല്ല, നൂറുകണക്കിന് ആളുകൾക്ക് പട്ടിണി മരണവും സംഭവിക്കുന്നത് കണ്ടുകൊണ്ടാണ് സ്പെയിൻ, ഇറ്റലി, ഗ്രീസ്, ഫ്രാൻസ്, സ്വീഡൻ, തുർക്കി തുടങ്ങിയ 44 രാജ്യങ്ങളിൽ നിന്നുള്ള 500-ലധികം സന്നദ്ധ പ്രവർത്തകർ നെതന്യാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഗാസയിലേക്ക് ഭക്ഷണം എത്തിക്കാൻ വേണ്ടി ഗ്ലോബൽ സമൂത് ഫ്ലോട്ടില്ല എന്ന ഒരു കപ്പൽ വ്യൂഹവുമായി യാത്ര തിരിച്ചത്. ഈ യാത്രയിൽ സ്വീഡിഷ് കാലാവസ്ഥാ പ്രവർത്തകയായ ഗ്രേറ്റ തുൻബർഗ്, ബാഴ്സലോണയുടെ മുൻ മേയർ ആദാ കൊള്ളാവു, പിന്നെ നെൽസൺ മണ്ടേലയുടെ കൊച്ചുമകൻ മാൻഡല മണ്ടേല തുടങ്ങി പല പ്രമുഖ പ്രശസ്ത വ്യക്തികളും ഉണ്ട് എന്ന് നമ്മൾ അറിയണം. ഇവരൊക്കെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഗാസക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന നെതന്യാഹുവിന്റെ പിടിവാശി ഉള്ളത് കൊണ്ട് ഈ കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ആക്രമണ ഭീഷണി തടയാൻ വേണ്ടി ഇറ്റലി ഒരു യുദ്ധക്കപ്പൽ തന്നെ ഇതിന് അകമ്പടിയായിട്ട് ആദ്യം അയച്ചു കൊടുക്കാൻ തയ്യാറാവേണ്ടി വന്നു. അത്രയധികം രാഷ്ട്രീയ പ്രശ്നമാണ് ഈ ജോർജിയ മെലോണിയ ഭരണത്തിന് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. വളരെ പ്രഷറാണ് അവരുടെ ഭരണകൂടം അനുഭവിക്കുന്നത്. ജനങ്ങൾ അത്രയധികം ജൂതർക്കെതിരായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു അകമ്പടി കപ്പൽ അയക്കേണ്ടി വന്നു. തന്നെയുമല്ല, സമൂത് ഫ്ലോട്ടില്ല ഇങ്ങനെ കടന്നു വരുന്ന വഴിക്ക് ഓരോ രാജ്യങ്ങളും അതാത് രാജ്യങ്ങളുടെ സെക്യൂരിറ്റി അവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ കപ്പൽ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെ കഷ്ടപ്പെട്ട് ഗസയിൽ എത്താറായപ്പോഴാണ് ഈ കപ്പലിനെ ഈ ജൂത സൈന്യം പിടികൂടുകയും അതിലുണ്ടായിരുന്ന ഈ 500ഓളം പേരെ അറസ്റ്റ് ചെയ്യുകയും ഈ ഭക്ഷണമൊക്കെ ആയിട്ട് വന്ന കപ്പൽ അവർ തടഞ്ഞു വെക്കുകയൊക്കെ ചെയ്തിരിക്കുകയാണ്. അതെല്ലാം ഇസ്രായേലി തുറമുഖത്തോട്ട് ഇപ്പം മാറ്റിയിരിക്കുകയാണ്. മാർക്കിപ്പോൾ എടുക്കാമല്ലോ ആ ഭക്ഷണമല്ല, അവന്മാർ പട്ടിണിയാണ്. അതുകൊണ്ട് ആ ഭക്ഷണം അവർക്ക് കിട്ടും. മറ്റവർക്ക് കൊണ്ടുവന്ന ഭക്ഷണമാണ്, അത് തട്ടിയെടുത്തുകൊണ്ട് ഉമ്മാർക്കിനി തിന്നാൻ വേണേ. തന്നെയുമല്ല, ഇവരെല്ലാവരെയും കയറ്റിയടിക്കാനുള്ള ഭയപ്രകടനം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഈ 44 രാഷ്ട്രങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വഷളാകാൻ ഇതൊരു കാരണമാവും കൂടി ചെയ്യുന്നുണ്ട്. കാരണം ജനങ്ങളുടെ പ്രതിഷേധത്തെ തണുപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിനെതിരായിട്ടൊരു നടപടി രാഷ്ട്രങ്ങൾ എടുത്തേ കഴിയും. അതുകൊണ്ട് തന്നെ ഇവർ ഇസ്രായേലുമായിട്ട് ഇടകയും. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കൊളംബിയയിലുള്ള ഇസ്രായേലിൻ്റെ മുഴുവൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെയും രാജ്യത്തു നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. തന്നെയുമല്ല, ഇസ്രായേലുമായിട്ടുള്ള മുഴുവൻ വ്യാപാര കരാറും അവർ റദ്ദാക്കിയിരിക്കുകയാണ്. നേരത്തെ തന്നെ കൊളംബിയയുടെ പ്രസിഡന്റ് വളരെ ശക്തമായ ഒരു ആക്ഷൻ എടുക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു കൊല്ലത്തിലധികമായിട്ട് ഇസ്രായേലുമായിട്ട് വളരെയധികം ഇടഞ്ഞാണ് നിൽക്കുന്നത്. വളരെ നെഗറ്റീവായിട്ടാണ് നെതന്യാഹുവിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് ആക്ഷൻ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ സ്പെയിൻ ആണെങ്കിൽ ഇപ്പം ഇസ്രായേലി എംബസി ഉദ്യോഗസ്ഥന്മാരെല്ലാം പുറത്താക്കാനുള്ള പരിപാടി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്പെയിൻ്റെ 65 ആളുകളാണ് ഈ കപ്പലുകളിലുള്ളത്. ഇങ്ങനെ സർക്കാർ ഓരോ നടപടി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പോലും ഈ രാജ്യങ്ങളിലെ ജനരോഷം ഇങ്ങനെ ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. കടകളും സർക്കാർ സ്ഥാപനങ്ങളും എല്ലാം അടിച്ചു തകർത്ത് ജനങ്ങൾ കൂട്ടത്തോടെ തെരുവിലിറങ്ങിയതോടെ
ഈ രാജ്യങ്ങളിലെ സർക്കാർ ഇപ്പോൾ കലാപങ്ങൾ ഒതുക്കാൻ വേണ്ടി പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചാണ് ഇത് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ നാട്ടിലെന്നും ഇങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കത് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. എന്നാൽ വിദേശത്ത് അങ്ങനെയല്ല, ഉമ്മാർ ഭയങ്കര പേടിയാണ്. ഒരു സമര ബഹളമൊക്കെ വന്നു കഴിഞ്ഞാൽ വൻ പ്രൊട്ടക്ഷനും വലിയ പ്രശ്നങ്ങളൊക്കെയാണ്. എന്തോ വലിയ ഭീകരമായ സംഭവം നടക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് ഇവരിതിനെ കൈകാര്യം ചെയ്യുന്നതൊക്കെ. വെടിവെച്ച് കൊല്ലുകയൊക്കെ ചെയ്ത് കളയും. അങ്ങനത്തെമാരാണ് ഈ വിദേശത്തുള്ള പോലീസുകാരൊക്കെ. നമ്മൾ മാക്സിമം കൈകാര്യം ചെയ്യും. നമ്മൾ വെള്ളം അടിച്ചും ഈ ഇതുണ്ടല്ലോ മറ്റേ ടിയർ ഗ്യാസ് അടിച്ചുമൊക്കെ സമരക്കാരെ പിരിച്ചുവിടും. കാരണം നമ്മളെന്നും സമരക്കാരാണല്ലോ ഇവിടെ. എന്നും സമരം ചെയ്ത് ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കിതിങ്ങനെ ഒരു പരിചയമാണ്. ഇവരൊക്കെ സത്യത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിൽ വന്ന് ഇത് ട്രെയിൻ ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് സമരക്കാരെ നേരിടുന്നത് എന്നുള്ളത്. അവിടെ അതല്ല, പോലീസുകാരിങ്ങനെ 2 കിലോമീറ്റർ ദൂരെ നിന്നിട്ട് വിളിച്ച് പറയും മര്യാദയ്ക്ക് കീഴടങ്ങിയോ ഇല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും. ഇങ്ങനെയാണ് മറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നിറം മാത്രമേ ഉള്ളൂ, പേടിയല്ല അവന്. ഇങ്ങനെ പ്രശ്നങ്ങൾ വളർന്ന് വലുതാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഈ ജൂതന്മാരുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു യോം കിപ്പൂർ എന്നൊക്കെയാണ് അതിന് പറയുന്നത്. നമ്മുടെ ഈ പെരുന്നാൾ പോലെയൊക്കെ ഒരു ദിവസമാണ് ഇന്നലെ ജൂതന്മാരുടെ യോം കിപ്പൂർ എന്ന് പറഞ്ഞ അവരുടെ വലിയൊരു ആഘോഷ ദിവസം. ഇങ്ങനെ ഈ വിശേഷപ്പെട്ട ദിവസത്തിൽ പ്രാർത്ഥനയ്ക്കൊക്കെ ആയിട്ട് ജൂതന്മാരെല്ലാം കൂടി ബ്രിട്ടനിലെ ഒരു സിനഗോഗിൽ ഒത്തുകൂടിയപ്പം അവിടേക്ക് വലിയ വെടിവെപ്പൊക്കെ ആയിട്ട് ആൾക്കാർ ചാടി വീണ് കണ്ടന്മാരെ കൊല്ലുകയും കുറേ എണ്ണത്തിനെ വെടിവെച്ചിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവരെ പോലീസ് വെടിവെച്ച് കൊന്നു ഈ ആക്രമണം നടത്തിയവരൊക്കെ. എന്നാലും ജൂതന്മാരാകെ വരണ്ടു പോയെന്നുള്ളതാണ്. ബ്രിട്ടനിൽ മാത്രമല്ല, ലോകത്തെവിടെ ജൂതന്മാരെ കണ്ടാൽ ഇപ്പം ആക്രമണമാണ്. ഇവർക്ക് പുറത്തിറങ്ങാൻ മാർഗമില്ലെന്ന് ഓർക്കണം. കാരണം ഇവരുടെ ഗവൺമെൻറ് അത്തരം വൃത്തികേടാണ് ലോകത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഗസയിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ചെന്ന് ഇവന്മാർ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം എല്ലാ ജനത്തിനും ഈ വർഗത്തിനോട് വൻ വൈരാഗ്യമാണെന്നുള്ളതാണ്. തരം കിട്ടിയാൽ ആക്രമിച്ച് കളയും, അല്ലെ കൊന്നുകളയും. ഒരുപാട് രാഷ്ട്രങ്ങളിൽ ജൂതന്മാരെ കൊല്ലുന്നുണ്ട്. ഇവർക്കിപ്പോൾ താമസിക്കാൻ വീട് പോലും കിട്ടുന്നില്ല. അത്രയധികം വെറുപ്പാണ് ഈ ജനതയോടൊപ്പം ലോകത്തുണ്ടായിട്ടുള്ളത്. എന്നിട്ട് ഇവന്മാർ എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സമ്മതിക്കേണ്ടത്. അപാര ഗട്സാണ്. ഈ ജൂതന്മാരിങ്ങനെ ആക്രമിക്കപ്പെടുന്നത് കൊണ്ട് ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി ഓരോ രാജ്യങ്ങളിലും സർക്കാർ ഇപ്പം വലിയ തുകയാണ് മുടക്കിക്കൊണ്ടിരിക്കുന്നത് ഇവന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നാട്ടുകാരെ കൂടി തല്ലിക്കൊല്ലും. തന്നെയുമല്ല, യൂതർക്കെതിരായിട്ടുള്ള കലാപങ്ങൾ പടരാതിരിക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ് വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇസ്രായേൽ ഈ അറസ്റ്റ് കൂടെ നടന്നതുകൊണ്ട് ഇപ്പോൾ വലുതായിരിക്കുകയാണ്. ഈ അറസ്റ്റിലായ ഈ കപ്പൽ വ്യൂഹത്തിലുള്ള പൗരന്മാരുടെ എല്ലാം സുരക്ഷ ഉറപ്പാക്കുകയും അവരെ മോചിപ്പിക്കുന്നതിനും വേണ്ടി അതാത് രാജ്യങ്ങളിലെ സർക്കാരുകൾക്ക് ഇസ്രായേലിന് മേൽ ഇപ്പോൾ സമ്മർദ്ദം ചെലുത്തേണ്ടി വരുമെന്നുള്ളതാണ്. ഇനി ഇവരെ അനുസരിക്കാൻ ഇസ്രായേൽ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ, ഇവർക്കെതിരായിട്ട് കേസെടുക്കുകയും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാവും. ഈ സന്നദ്ധ പ്രവർത്തകരാണ് പെട്ടെന്ന് പിരിഞ്ഞു പോവുകയില്ല. ഇവരെ അറസ്റ്റ് ചെയ്ത് സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. വിമാനം ചാർട്ട് ചെയ്ത് വിമാനമെല്ലാത്തിനെയും ഒരു രാജ്യത്തേക്ക് കയറ്റി വിടേണ്ടി വരും. അതിൻ്റെ കാരണം ഈ കപ്പലിലുള്ള പലരും വളരെ പ്രമുഖരാണ് എന്നുള്ളതാണ്. ഇവരെല്ലാം സാമൂഹിക സന്നദ്ധ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രമുഖരായ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിന് ലോകത്ത് വൻ പ്രചാരമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ കൂടുതൽ മാറിയിരിക്കുകയാണ്. ഗസക്കാർക്ക് ഭക്ഷണം കൊടുക്കില്ല എന്നുള്ള കാര്യം ലോകത്തെല്ലാവരും ഇപ്പോൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കിയിരിക്കുകയാണ്. അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ ഈ ഭക്ഷണമായിട്ട് അങ്ങോട്ട് പോയത്. ഉമ്മാരുടെ നിലപാട് എന്താണെന്ന് അറിയാൻ വേണ്ടി തന്നെ. അല്ലാതെ ഈ ഭക്ഷണമൊന്നും ഗസയിലുള്ള 10-15 ലക്ഷം ജനത്തിന് തികയൊന്നുമില്ല. 5-6 ലക്ഷം ആൾക്കാരോടൊന്നും വിട്ടുപോയി, ബാക്കിയുള്ളവർക്ക് തികയൊന്നുമില്ലല്ലോ. പക്ഷേ അതൊരു പ്രതീകാത്മകമായിട്ട് അവനെ ഭക്ഷണം കൊണ്ടുവരിക്കുന്നത്. ആയിക്കോട്ടെ, നല്ല കാര്യമല്ലേ. എന്നാലും ജനങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടല്ലോ. ഈ ജൂതന്മാരെ പോലെ അല്ലല്ലോ ഉള്ള ഭക്ഷണം തടഞ്ഞു വെച്ചുകൊണ്ട് അവരെ പട്ടിണിക്കിടുക അല്ലല്ലോ ചെയ്യുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചാണെങ്കിൽ അവർ ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞിട്ടും ഈ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് അവിടേക്ക് എത്തിയിരിക്കുന്ന ഈ സന്നദ്ധ പ്രവർത്തകർക്കെതിരായിട്ട് കേസെടുക്കാൻ കഴിയും. തന്നെയുമല്ല, അതോടുകൂടി തന്നെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചയക്കാനും പറ്റും. പക്ഷേ ഇവർ തിരിച്ചെത്തുന്നതോടെ യൂറോപ്പിലെ പല രാജ്യങ്ങളിലെയും സർക്കാർ ചിലപ്പം തറയിലായിരിക്കും വീഴുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായും തന്നെ ആ സർക്കാർ അവസാനിപ്പിക്കേണ്ടി വരും. ഇസ്രായേലിനെതിരായിട്ട് ഉപരോധമൊക്കെ ഏർപ്പെടുത്തേണ്ടി വരും. അങ്ങനെയൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സർക്കാരിനെതിരായിട്ട് 100% കലാപങ്ങൾ ജനം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇവന്മാർക്കെല്ലാം ഇപ്പോൾ ജൂതചങ്ങാത്തം വലിയ പാരയായിട്ട് മാറിയിരിക്കുക എന്നുള്ളതാണ്. ജൂതന്മാരുമായിട്ട് ആര് കമ്പനി അടിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം പണി കിട്ടിയിട്ടുണ്ട്. ഒക്കെ വലിയ കമ്പനി ആട്ടാ ജൂതന്മാരുമായിട്ട് വലിയ സുഹൃത്തുക്കളാണ്. പണി അടുത്ത വരി കിട്ടും. തന്നെയല്ല ഇപ്പോൾ ഇവന്മാർ രണ്ടുപേരും കൂടെ ഈ ട്രംപും നെതന്യാഹും കൂടെ അമേരിക്കയിൽ ഇരുന്നിട്ട് ഒരു 20 പരിപാടി ഗസയുടെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഇത് മുഴുവൻ ഇസ്രായേലിന് അനുകൂലമായ ഒരു കരാറാണ്.
അതിനകത്ത് അവർ പറയുന്നത് ഹമാസ് പൂർണ്ണമായും നിരായുധീകരിക്കപ്പെടണം, പിന്നെ ബന്ദികളെ മുഴുവൻ വിട്ടുകൊടുക്കണം. അപ്പോൾ ഇവർ തടവുകാരെ തിരിച്ചു കൊടുക്കും. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ വാക്ക് പാലിക്കുന്ന പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ എഗ്രിമെന്റ് ഒക്കെ വെറും പുല്ല് വരെ അവന്മാർ വലിച്ച് ദൂരെ കളഞ്ഞിട്ട് ഹമാസിന്റെ ആയുധമൊന്നുമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരെ നശിപ്പിക്കാനെന്നുള്ള പേരും പറഞ്ഞ് ഗസയെ പിന്നെ ആക്രമിക്കും. അപ്പോൾ സൗകര്യമല്ല, തിരിച്ചടിക്കുകയല്ലോ, ചുമ്മാ കൊന്നെടുക്കാം. കുറേ എണ്ണത്തിനെ കൊന്നു കഴിയുമ്പം ഓക്കെ എന്നാൽ ശരി ഞങ്ങൾ പോകാട്ടോ എന്ന് പറഞ്ഞ് പോകാം. എന്നിട്ട് പറയും ഹമാസിന് മുഴുവൻ ഞങ്ങൾ തീർത്തെന്ന്. അതുകൊണ്ട് ഹമാസിന് ബുദ്ധിയുള്ളത് കൊണ്ട് ഹമാസ് ഈ എഗ്രിമെന്റ് ഇതുവരെ സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഹമാസ് സമ്മതിക്കാതെ ഈ യുദ്ധം ഒരിക്കലും അവസാനിക്കില്ല. അതിനകത്ത് ഒരുപാട് കരാറുകളുണ്ട്. അവർ പറഞ്ഞ് ഞങ്ങൾ പറയും കരാറുകൾ അതനുസരിച്ച് നിങ്ങളങ്ങൾ ചെയ്താൽ മതി എന്നാണ് ഹമാസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അല്ല, നിങ്ങൾ എഴുത്തിരുന്ന കരാറൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല. യുദ്ധം അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ തീരുമാനം അംഗീകരിക്കണം. അതിനകത്ത് എനിക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ സാമ്പത്തിക ഇടപാടും കാണും കേട്ടോ. അന്ന് പുറത്ത് പറയലെന്നേ ഉള്ളൂ. തന്നെയല്ല അവർ പറയുന്നത് മുഴുവൻ ബന്ദികളെ വിട്ടൊന്നും തരത്തില്ല. അത് നമുക്ക് 5-6 തന്നിട്ട് നമുക്ക് യുദ്ധം വേണം തൽക്കാലത്തേക്ക് ഒന്ന് അവസാനിപ്പിക്കാം, ഒന്ന് ശ്വാസമൊക്കെ വിട്ട് കുറച്ച് ആയുധമൊക്കെ സംഘടിപ്പിച്ചിട്ട് വീണ്ടും നമുക്ക് അടി തുടങ്ങാം. ഈ രീതിയിലായിരിക്കും എഗ്രിമെന്റ് വരുന്നത്. ഇസ്രായേൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. തൽക്കാലം ഒരു വിശ്രമം വേണം. രണ്ട് ഭാഗവും ശരിക്കും തളർന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ രണ്ടുപേർക്കും വിശ്രമം ആവശ്യമാണ്. തൽക്കാലം ഒന്ന് പുറത്തോട്ട് മാറിയിരുന്ന് കുറച്ചൊരു ചായ കുടിച്ച് ചില വെള്ളം കുടിച്ചിട്ട് തുടങ്ങിയേക്കാം കേട്ടോ എന്ന് പറഞ്ഞ് വീണ്ടും അടി തുടങ്ങാം. അനുഭവിക്കുന്ന മുഴുവൻ ഈ പാവപ്പെട്ട ജനങ്ങളും കുട്ടികളും സ്ത്രീകളും ഒക്കെ. എന്ത് ചെയ്യാൻ പറ്റും? യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഗസയ്ക്ക് മിക്കവാറും സ്വാതന്ത്ര്യം കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ നെതന്യാഹു അതിന് ചാകുന്നവരെ ഇതിങ്ങനെ യുദ്ധം നീട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയാണ് ഗസയിലുള്ളത്. നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ് എന്ന് ചിന്തിക്കണം. എന്നിട്ടും ഇതിനെതിരായിട്ട് ഇന്ത്യയൊക്കെ ഇപ്പോഴും ഇസ്രായേലിനെ അനുകൂലിച്ച് നിൽക്കുക എന്ന് പറയുന്നത് എത്രയധികം മുസ്ലിം വിരോധമാണ് ഇന്ത്യക്ക് ഉള്ളതെന്ന് മനസ്സിലാക്കണം. ഗസയിൽ കൊല്ലപ്പെടുന്നത് മുസ്ലിം ആണെന്നുള്ള ധാരണയിലാണ് ഇവരൊക്കെ ഇടപെടുന്നത്. അവിടെ ക്രിസ്ത്യാനികൾ അതുപോലെ കൊല്ലുകയാണ്. ഗസയിൽ മുസ്ലിമിനൊരു ഭാഗം, ക്രിസ്ത്യാനിക്ക് വേറൊരു ഭാഗമൊന്നുമില്ല. എന്നാൽ ക്രിസ്ത്യാനിയെ കൊല്ലണ്ട കേട്ടോ, ഇവർ നല്ല ആൾക്കാരാണ് എന്നൊന്നും അല്ല അവന്മാർ തീരുമാനിക്കുന്നത്. തീർക്കുകയാണ്. ആ ഒരു ദിവസം വിളിച്ച് പറഞ്ഞു നിങ്ങൾ എല്ലാവരും മാറിക്കോ, പള്ളി നടക്കാൻ പോകാമെന്ന്. ചർച്ചയൊക്കെ അടിച്ച് തീർത്ത് കളഞ്ഞു. പക്ഷേ ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്കൊന്നും മനസ്സിലാവില്ല എന്നുള്ളതാണ്. ഇതൊക്കെ എപ്പോഴാണ് നേരം വിളിക്കുന്നത് മനസ്സിലാകുന്നില്ല. എന്തായാലും ഞാൻ ഈ വാർത്ത അവസാനിപ്പിക്കണം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.